നമസ്കാരം. രേണുസുതിയുടെ രോഗവിവരമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നാണ് പ്രചരിക്കുന്നത്. റിയാക്ഷൻ വ്ലോഗുകളിലൂടെ ശ്രദ്ധേയമായ ചില യൂട്യൂബേഴ്സാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. എന്നാൽ വിഷയത്തിൽ രേണു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രേണുവിന്റെ അസുഖ വിവരം ഒരാഴ്ച മുൻപ് താൻ അറിഞ്ഞതാണെന്ന് പറയുകയാണിപ്പോൾ യൂട്യൂബർ അതുൽ വ്ലോഗ്സ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ സെക്കൻഡ് സ്റ്റേജിലാണ് രേണുവിനെ കണ്ടെത്തിയത് എന്നും അതുൽ പറയുന്നു. രേണുസുതിക്ക് ക്യാൻസർ ആണ്. ഞാൻ ഇത് അറിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായി. ബ്രസ്റ്റിലാണ് ക്യാൻസർ. ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം വരുത്തരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. ചെക്ക് ചെയ്ത് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടും രേണുവിന്റെ പ്രവൃത്തികൾക്ക് ഒരു മാറ്റവുമില്ല. കാണുമ്പോൾ ആ ഒരു കാര്യത്തിൽ രേണുവിനോട് പുച്ഛം തോന്നുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിന്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ, അത് അറിഞ്ഞു വെച്ച് പേക്കൂത്ത് കാണിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ഞാൻ പറഞ്ഞത് അസുഖത്തിന്റെ കാര്യം ഇപ്പോഴേ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. രേണുവിന്റെ അസുഖം സെക്കൻഡ് സ്റ്റേജിലാണ് എന്നാണ് അറിഞ്ഞത്. ഇത്തരം അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ട വേദനകളും യാതനകളും എല്ലാം കൂടുതലാണ്. ട്രീറ്റ്മെന്റും ആ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ദുബായിൽ വെച്ചാണ് രോഗം കണ്ടെത്തിയത്. ഏതോ ഒരു ട്രീറ്റ്മെന്റ് പോയപ്പോഴാണ് പരിശോധനയിൽ ഈ വിഷയവും കണ്ടെത്തിയത്. അങ്ങനെ ഒരു അസുഖം കണ്ടെത്തിയിട്ടും എങ്ങനെ രേണുവിന് കോപ്പറായ വീഡിയോകൾ നിരന്തരം ഇടാൻ കഴിയുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ അസുഖം ഒരു കർമ്മയാണോ, രേണുവിന് ഇത് ആഗ്രഹിക്കുന്നുണ്ടോ, അർഹിക്കുന്നുണ്ടോ എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ആ അസുഖം നമുക്ക് വന്നാലേ അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ. വൾഗാരിറ്റി നിറഞ്ഞ വീഡിയോ ഈ ഘട്ടത്തിലും എങ്ങനെ രേണുവിന് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് എനിക്ക് സംശയം. എനിക്കിപ്പോൾ ആളുകൾ രണ്ടായി തിരിയും. ഒന്ന് സഹതാപത്തിന്റെ പേരിലായിരിക്കും, വേറൊന്ന് ഇത് രേണു അർഹിക്കുന്നുണ്ടോ എന്ന തരത്തിലായിരിക്കും. രേണുവിന് നല്ലൊരു വിഭാഗം ആളുകൾ വെറുത്തു കഴിഞ്ഞു. രേണുവിന്റെ കുടുംബത്തിനെയും കിട്ടിയ വലിച്ചെറിയുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഞാൻ ഇതിൽ ഒരിക്കലും സന്തുഷ്ടയല്ല. ഈ വീഡിയോ ചെയ്യുന്നത് കരുതിയിട്ടാണ്. അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നതാണ്. മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഞാനും കണ്ടിട്ടില്ല. രണ്ട് സോഴ്സിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം ഞാനും അറിഞ്ഞത്. രേണുവിന് ഇങ്ങനെയൊരു അസുഖം ഉണ്ടെന്ന് മാറട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ദുബായിൽ വെച്ചുള്ള ചെക്കപ്പിൽ അറിഞ്ഞ വിവരത്തെ പറ്റി മറ്റു ചികിത്സയ്ക്ക് വേണ്ടിയാണ് രേണു പരമൂല ആശുപത്രിയിലേക്ക് പോയത്. അങ്ങനെയാണ് രോഗവിവരങ്ങളും പുറത്തു വന്നത്. ഈ കോപ്പരങ്ങളെല്ലാം കാണിക്കുന്നതൊന്നും തന്നെ വന്ന് പറയാൻ നിൽക്കരുതായിരുന്നു. ചിലപ്പോൾ അങ്ങനെ വന്ന് പറയാനും സാധ്യതയുണ്ട്. ജീവിക്കാൻ വേണ്ടിയാണ്, ചികിത്സയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു കളയും. പക്ഷെ ഒരാഴ്ച മുൻപാണ് രേണു ഇതെല്ലാം അറിഞ്ഞത്. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് കോലം കിട്ടുന്ന നാടകമൊന്നും വരുത്തി തീർക്കരുത്. കാരണം ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ദുബായിൽ ബാറുകളിൽ പോയി കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരു രേണുസുതിയുണ്ട്. അതൊക്കെ എനിക്കറിയാം. ഇനിയെങ്കിലും നന്നാകാൻ നോക്കൂ. ആ മക്കൾക്ക് കൂടി ചീത്ത പേരുണ്ടാക്കരുത്. കുറെ പണം ഉണ്ടാക്കിയില്ലേ, ജീവിതമായില്ലേ എന്നും അതുൽ വ്ലോഗ്സ് പറയുകയാണ്. രേണുവിന്റെ ദുബായ് യാത്ര വലിയ വിവാദങ്ങളായ ഒന്നുകൂടിയായിരുന്നു. സ്വർണ്ണക്കടത്തിലെ ഒരാളാണ് രേണു എന്ന് വരെ അഭിപ്രായങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. എന്നിരുന്നാലും വിഷയത്തിന്റെ യാഥാർത്ഥ്യമായ കാര്യം എന്താണെന്ന് നമുക്ക് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു എന്നുകൊണ്ട് മാത്രം. എന്നിരുന്നാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.